ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടെ കിട്ടുകയാണെങ്കിൽ സന്തോഷം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇന്നലെയും ഇന്നുമായി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ മൊത്തം ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സ്വന്തം ദളപതി, അതായത് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഇന്നലെ ചെന്നൈയിലെ പെരമ്പൂരിൽ എന്തായിരുന്നു റഷ് എന്ന് വല്ല ഐഡിയയുണ്ടോ? തമിഴക വെട്രിക്കഴകത്തിൻ്റെ ആദ്യത്തെ മണ്ഡലം ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അണ്ണൻ അങ്ങ് നേരിട്ട് ലാൻഡ് ചെയ്തു. അതൊരു ഒന്നൊന്നര വരവായിരുന്നു കേട്ടോ. നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുമ്പോൾ പോലും ഇത്രയും അലർച്ചയും ആവേശവും കണ്ടിട്ടില്ല. റോഡിൻ്റെ ഇരുവശവും നോക്കുന്നിടത്തെല്ലാം വെറും തലകൾ മാത്രം. ഫുൾ പോലീസ് ഫോഴ്സ് വന്നിട്ടും ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്ന അവസ്ഥയായിരുന്നു. ആളുകൾ ബിൽഡിങ്ങിൻ്റെ മുകളിലും മെട്രോ പില്ലറിലും ഒക്കെ വലിഞ്ഞു കയറി നിൽക്കുകയായിരുന്നു, പുള്ളിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. വിജയ് കാറിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ നോക്കി കൈവീശി എപ്പോഴത്തെയും പോലെ ആ സിഗ്നേച്ചർ ചിരി ചിരിച്ചപ്പോൾ ഉണ്ടല്ലോ, അവിടം ലിറ്ററലി ഇളകി മറിഞ്ഞ കട്ട മാസ് വൈബായിരുന്നു. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇതിപ്പോൾ സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ ഒരു ഓഫീസ് ഉദ്ഘാടനം മാത്രമല്ലേ എന്ന്. പക്ഷെ അവിടെയാണ് വിജയണ്ണൻ വ്യത്യാസപ്പെടുന്നത്. പുള്ളി ഈ ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ക ഒരു കോർപ്പറേറ്റ് ഓഫീസ് ലുക്കിലാണ്. സാധാരണ ഒരു പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ കൊടികളും 4-5 കസേരകളും മാത്രമായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ഡിജിറ്റൽ ഹബ്ബാണത്. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വന്ന് പരാതി പറയാനും കാര്യങ്ങൾ നടത്താനും സൂപ്പർ ഡിജിറ്റൽ സിസ്റ്റമാണ് അവിടെയുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കാര്യവും കൂടി ഉണ്ട്. ജനസേവന വേദി എന്ന് പറയുന്ന ഒരു പുതിയ മൊബൈൽ ആപ്പ് അവിടെ ലോഞ്ച് ചെയ്തു. അതായത് പെരുമ്പൂരിലുള്ള ജനങ്ങൾക്ക് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓഫീസിൽ വരാതെ തന്നെ ഈ ആപ്പ് വഴി ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ ടീമിനെ അറിയിക്കാം. മാത്രമല്ല, ആ പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്ന് ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാനും പറ്റും. പക്ക പ്രൊഫഷണൽ IT കമ്പനി ലെവൽ വർക്ക്. കൂടാതെ ഈ ഓഫീസിൽ ഒരു അടിപൊളി സേവൈ സെൻറ്ററും പുള്ളി തുറന്നിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ അക്ഷയ സെൻറ്റർ പോലെ. സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളും മറ്റും കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് കിട്ടും. പുള്ളി റിബൺ കട്ട് ചെയ്ത് അകത്തോട്ട് കയറിയതും പുറത്ത് തളപതി തളപതി എന്ന് മാത്രമായിരുന്നു സൗണ്ട്. രാഷ്ട്രീയവും വിവാദങ്ങളും ഒക്കെ തൽക്കാലം മാറ്റിവെക്ക്. ആ മനുഷ്യൻ്റെ ഒരു ക്രേസും ജനപ്രീതിയും അത് സമ്മതിച്ചു കൊടുക്കണം. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് പുള്ളി സ്വന്തം മണ്ഡലമായ പെരമ്പൂരിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് പുള്ളി നേരെ പോയത് മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്മാർട്ട് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനാണ്. അർഹതപ്പെട്ടിട്ടും ഇതുവരെ റേഷൻ കാർഡ് കിട്ടാത്ത ഒരുപാട് പേർക്ക് വിജയ് അണ്ണൻ സ്വന്തം കൈകൊണ്ട് തന്നെ ആദ്യത്തെ 10 കാർഡുകൾ വിതരണം ചെയ്തു. ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇത് തമിഴ്നാട്ടിൽ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയുടെ തുടക്കം തന്നെയാണ്. അവിടെയും തീർന്നില്ല. റേഷൻ കാർഡ് വിതരണത്തിന് ശേഷം വിജയ് നേരെ വണ്ടി വിട്ടത് വ്യാസർപാടിയിലുള്ള ഇലക്ട്രിക് ബസ് ഡിപ്പോയിലേക്കാണ്. ഒരു മുഖ്യമന്ത്രി നേരിട്ട് ബസ് ഡിപ്പോയിൽ വന്ന് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ജീവനക്കാരുടെ അവസ്ഥയും യാത്രക്കാരുടെ സൗകര്യങ്ങളും ഒക്കെ ചോദിച്ചറിയുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. പുതിയൊരു തരംഗമായി കേൾക്കുന്നത് എന്താണെന്ന്, ഇനി തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന ബസ്സുകൾ ഒക്കെ നല്ല AC ബസ്സുകളായിരിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ സുഖകരമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇന്നലത്തെ പരിപാടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്നറിയാമോ? സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വരുമ്പോൾ റോഡ് മൊത്തം ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും കൊണ്ട് നിറയ്ക്കും. ഗതാഗതക്കുരുക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പരിപാടിയാണത്. എന്നാൽ വിജയ് അണ്ണൻ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ പരിപാടിക്ക് ഒരിടത്തും ഒരു ബാനറോ ഫ്ലെക്സോ വെക്കാൻ പാടില്ല എന്ന്. ഇന്നലെ പെരമ്പൂരിൽ നോക്കിയാൽ ഒരൊറ്റ ഫ്ലെക്സ് ബോർഡ് പോലും കാണാനില്ലായിരുന്നു. പരസ്യബഹളങ്ങൾ ഒന്നുമില്ലാതെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുക, അതാണ് അണ്ണൻ്റെ സ്റ്റൈൽ. പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ 2 മാസമായി ചോദിക്കുന്നുണ്ടായിരുന്നു, ജയിച്ചിട്ടെന്താ മുഖ്യമന്ത്രി പെരമ്പൂരിലേക്ക് വരാത്തതെന്ന്. അതിനുള്ള പക്ക മറുപടിയാണ് ഇന്നലെ പുള്ളി അവിടെ കാണിച്ചു കൊടുത്തത്.
പെരമ്പൂർ മൊത്തം ഇന്നലെ വിജയ് മയമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. സിനിമയിലെ ഹീറോയിൽ നിന്നും ജനങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു മാറ്റം ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പെരമ്പൂർ എന്ന് പറയുമ്പോൾ പെരമ്പൂരിന് എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചിരുന്നത്. ഒന്ന് പെരമ്പൂരും 2 തൃച്ചി ഈസ്റ്റും. 2 സ്ഥലത്തും അണ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ നിയമപ്രകാരം ഒരു സീറ്റ് നിർത്തേണ്ടി വന്നപ്പോൾ തൃച്ചി ഈസ്റ്റ് രാജിവെച്ച് പുള്ളി പെരമ്പൂർ മണ്ഡലമാണ് തൻ്റെ സ്വന്തം മണ്ഡലമായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പുള്ളി പ്രതിനിധീകരിക്കുന്ന തട്ടകമാണിത്. തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന വികസനങ്ങളുടെ തുടക്കമെന്നോണം ഏറ്റവും ആധുനികമായ MLA ഓഫീസും സേവൈ സെൻറ്ററും പുതിയ ജനസേവന വേദി മൊബൈൽ ആപ്പും ആദ്യമായി ലോഞ്ച് ചെയ്തത് ഇവിടെയാണ്. ചെന്നൈയുടെ ചരിത്രത്തിൽ തന്നെ പെരമ്പൂരിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ കോച്ച് ഫാക്ടറിയായ ICF സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂരിലാണ്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് ചെറുകിട വ്യവസായങ്ങളും വ്യാസാർപാടി, കൊടുംകയ്യൂർ തുടങ്ങിയ പ്രശസ്തമായ ജനവാസ മേഖലകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ സിനിമയിൽ മാസ് കാണിച്ച വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണത്തിൻ്റെയും വികസനത്തിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സായിട്ടാണ് ഇപ്പോൾ പെരമ്പൂരിനെ എല്ലാവരും കാണുന്നത്.